നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരിക്കലും യാദൃശ്ചികമല്ല. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാകാതെ പോകാറുണ്ട്. എന്നാൽ ആ സംഭവങ്ങൾക്ക് പിന്നിൽ ഒരു വലിയ ശക്തിയുടെ കൈയുണ്ടാകും. അതാണ് ദൈവം. നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും ദുഃഖവും ഒരുമിച്ച് വരാറുണ്ട്. ചില ദിവസങ്ങളിൽ നമ്മൾ വളരെ സന്തോഷത്തോടെ ഇരിക്കും. എന്നാൽ ചില ദിവസങ്ങളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് എന്ന് പോലും മനസ്സിലാകാതെ വിഷമിച്ചു പോകും. അത്തരത്തിലുള്ള സമയങ്ങളിൽ നമ്മൾ പലപ്പോഴും ദൈവത്തെ ഓർക്കും. എന്താണ് എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെയും വരുന്നത്? എനിക്ക് മുന്നിൽ നല്ല കാലമുണ്ടോ? എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയരും. ഇന്ന് ഈ വീഡിയോയിലൂടെ അതിനൊരു ചെറിയ മറുപടി കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ 3 ദൈവങ്ങളുടെ ചിത്രങ്ങൾ കാണാം. ഗണപതി ഭഗവാൻ, മുരുക ഭഗവാൻ, മഹാവിഷ്ണു. ഈ 3 ദൈവങ്ങളിൽ ഒരാളുടെ ചിത്രം നിങ്ങളുടെ മനസ്സിനെ കൂടുതലായിട്ട് ആകർഷിക്കും. ആ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിലൂടെ ദൈവം നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു സന്ദേശമുണ്ടാകും. ഇതൊരിക്കലും ഒരു കളിയല്ല. പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിന്റെ ആഴത്തിലുള്ള വികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാണും. ചിലപ്പോൾ അത് ദൈവത്തിന്റെ ഒരു സൂചനയായും മാറാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഒരു നിമിഷം ശാന്തമായി ഇരിക്കുക. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക. ദൈവത്തെ മനസ്സിൽ ഓർക്കുക. ഒരു ചെറിയ പ്രാർത്ഥന മനസ്സിൽ പറയുക. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത്? അത് എനിക്ക് മനസ്സിലാക്കാൻ സഹായിക്കണമേ. ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ മനസ്സിൽ പറയുക. അതിനുശേഷം നിങ്ങളുടെ മുന്നിൽ കാണുന്ന 3 ചിത്രങ്ങളിലേക്ക് ശ്രദ്ധയോടെ നോക്കുക. ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ ആകർഷിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ചിലപ്പോൾ അത് ഉടനെ തോന്നാം, ചിലപ്പോൾ കുറച്ച് നിമിഷങ്ങൾ എടുത്തേക്കാം. ഏത് ചിത്രമാണോ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്, ആ ചിത്രം തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓർമ്മിക്കുക, ഈ തിരഞ്ഞെടുപ്പ് വളരെ വേഗത്തിൽ ചെയ്യരുത്. കുറച്ച് സമയമെടുത്ത് നിങ്ങളുടെ മനസ്സ് പറയുന്ന ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേക സന്ദേശം നൽകാൻ സാധ്യതയുണ്ട്. ആ സന്ദേശം ചിലപ്പോൾ ഒരു മുന്നറിയിപ്പായിരിക്കാം, ചിലപ്പോൾ ഒരു അനുഗ്രഹത്തിന്റെ സൂചനയായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു നല്ല മാറ്റത്തിന്റെ അടയാളമായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ സ്ക്രീനിലേക്ക് തന്നെ നോക്കുക. ഗണപതി ഭഗവാൻ, മുരുക ഭഗവാൻ, മഹാവിഷ്ണു ഭഗവാൻ. ഈ 3 ചിത്രങ്ങളിൽ ഒന്ന് നിങ്ങളെ തേടുകയാണ്. ആരാണ് നിങ്ങളെ വിളിക്കുന്നത് എന്ന് കണ്ടുപിടിക്കും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന രഹസ്യ സന്ദേശം വെളിപ്പെടുത്തും. ഇനി നമുക്ക് എന്താണ് ആ സന്ദേശം എന്നുള്ളത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യുവിനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ഗണപതി ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ദൈവ സന്ദേശമാണ് പറയുന്നത്. ആദ്യം തന്നെ നിങ്ങളോട് ഒരു കാര്യം പറയണം. ഈ തിരഞ്ഞെടുപ്പ് സാധാരണ ഒരു തിരഞ്ഞെടുപ്പ് മാത്രമാകണമെന്നില്ല. നമ്മുടെ മനസ്സിനെ ഒരു പ്രത്യേക ദൈവചിത്രം ആകർഷിക്കുന്നതിന് പിന്നിൽ ഒരു ആത്മീയ ബന്ധമുണ്ടാകാം. ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത് വിഘ്നേശ്വരനാണ്, അതായത് എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്യുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിൽ എന്ത് നല്ല കാര്യം തുടങ്ങണമെങ്കിലും ആദ്യം ഓർക്കുന്ന ദൈവം ഗണപതി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ഹൈന്ദവ ആചാരങ്ങളിലും ആദ്യം ഗണപതിയെ പൂജിക്കുന്നത്. നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനു പിന്നിൽ ഒരു വലിയ സന്ദേശമുണ്ടാകാം. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ചു വർഷങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പലപ്പോഴും വൈകിപ്പോകുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകാം, എന്തുകൊണ്ടാണ് എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ വൈകുന്നത്? എനിക്ക് എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ വരുന്നു? എൻ്റെ ഭാഗ്യം എപ്പോൾ മാറും? ഈ ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടിയിട്ടുണ്ടാകാം. പക്ഷേ ഗണപതി ഭഗവാൻ നിങ്ങളോട് പറയുന്ന ആദ്യ സന്ദേശം ഇതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില വലിയ തടസ്സങ്ങൾ ഇപ്പോൾ മാറാൻ തുടങ്ങുന്ന സമയം എത്തിയിരിക്കുകയാണ്. അത് ഉടനെ വലിയ അത്ഭുതമായി സംഭവിക്കണമെന്നില്ല, പക്ഷെ പതുക്കെ കാര്യങ്ങൾ നല്ല ദിശയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഇത് ജോലി സംബന്ധമായ മാറ്റമായിരിക്കാം. നീണ്ട കാലമായി ശ്രമിച്ചിട്ടും കിട്ടാത്ത ഒരു അവസരം അടുത്ത കാലത്ത് ലഭിക്കാം. ചിലർക്ക് ഇത് സാമ്പത്തിക പുരോഗതി ആയിരിക്കാം. കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന പണവുമായിട്ട് ബന്ധപ്പെട്ട വിഷമങ്ങൾ പതുക്കെ മാറാം. ചിലർക്ക് ഇത് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതായിരിക്കാം.
നീണ്ടകാലമായി സംസാരിക്കാത്ത ഒരാൾ വീണ്ടും നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. ഗണപതി ഭഗവാൻ നിങ്ങളോട് പറയുന്ന മറ്റൊരു പ്രധാന സന്ദേശം ഇതാണ്: നിങ്ങൾക്ക് മുന്നിൽ ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നു. പലപ്പോഴും ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ തിരിച്ചറിയാതെ പോകും. ചിലപ്പോൾ ഭയം കാരണം നമ്മൾ പിന്നോട്ടു പോകും. പക്ഷേ ഗണപതി ഭഗവാൻ പറയുന്നത് ഇതാണ്: ഭയപ്പെടേണ്ട, ധൈര്യത്തോടെ മുന്നോട്ടു പോകും. നിങ്ങളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഒരു ജോലിയാകാം, ഒരു ബിസിനസ് ആശയമാകാം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വലിയ തീരുമാനമാകാം. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു സംശയമുണ്ടാകാം. പക്ഷെ ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് ദൈവം പറയുന്ന സന്ദേശം ഇങ്ങനെയാണ്: നിങ്ങളുടെ ശ്രമം വെറുതെ ആകില്ല, അതിന് സമയം വേണ്ടിവരും. പക്ഷെ നിങ്ങൾ ശ്രമം നിർത്തരുത്. ഇനിയും ഒരു കാര്യമുണ്ട്: നിങ്ങളുടെ ജീവിതത്തിൽ ചില ആളുകൾ നിങ്ങളെ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ പോലും അവർ തെറ്റായി കണ്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിൽ വിഷമം തോന്നിയിട്ടുമുണ്ടാകാം. പക്ഷേ ഗണപതി ഭഗവാൻ പറയുന്നത് ഇതാണ്: മറ്റുള്ളവരുടെ അഭിപ്രായം കൊണ്ട് നിങ്ങളുടെ വഴിയൊന്നും മാറ്റരുത്. നിങ്ങൾ ചെയ്യുന്നത് ശരിയായ കാര്യമാണെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കും. ഇനി മറ്റൊരു സൂചന കൂടിയുണ്ട്. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്ന ചിലർക്ക് അടുത്ത കാലത്ത് ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. ഇത് ഒരു ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ അത് നിങ്ങളുടെ മനസ്സിന് വലിയ സന്തോഷം നൽകും എന്നുള്ളതാണ്. ചിലർക്ക് ഒരു പുതിയ അവസരം വരാം. ചിലർക്ക് ദീർഘകാലമായിട്ട് കാത്തിരുന്ന ഒരു കാര്യത്തിന്റെ ഫലം ലഭിക്കാം. ഇനി ഗണപതി ഭഗവാൻ നിങ്ങളോട് പറയുന്ന ഒരു ആത്മീയ ഉപദേശമുണ്ട്. ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ വിശ്വാസവും ധൈര്യവും നമ്മൾ തന്നെ നിയന്ത്രിക്കണം. നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് ഗണപതി ഭഗവാനെ മനസ്സിലോർക്കുക. സാധ്യമായാൽ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ നിങ്ങൾക്ക് സാധിക്കുന്ന ദിവസങ്ങളിൽ ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. അത് നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകും. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇനി മറ്റൊരു ചെറിയ സൂചന കൂടെ പറയാം. ഗണപതി ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ക്ഷമയും സഹനവും നഷ്ടപ്പെടുത്തരുത് എന്നതാണ്. ചില കാര്യങ്ങൾ വൈകാം, പക്ഷെ അത് ദൈവത്തിന്റെ സമയമാണ്. ദൈവം ശരിയായ സമയത്ത് ശരിയായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിക്കും. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ പോലും ഭാവിയിൽ നിങ്ങൾക്ക് നല്ല വഴിയിലേക്ക് നയിക്കാൻ സഹായിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ഗണപതി ഭഗവാൻ നിങ്ങളോട് പറയുന്ന അവസാന സന്ദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരാൻ പോകുന്നു. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്: വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ദൈവം നിങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. ആ അനുഗ്രഹത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് ഗണപതി ഭഗവാന്റെ ചിത്രമാണെങ്കിൽ കമന്റ് ബോക്സിൽ ഓം ഗം ഗണപതയെ നമഃ എന്ന് രേഖപ്പെടുത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ഗണപതി ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മുരുക ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളാണ് പറയുന്നത്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം: മുരുക ഭഗവാൻ എന്നത് ധൈര്യത്തിന്റെയും ശക്തിയുടെയും വിജയത്തിന്റെയും പ്രതീകമാണ്. മുരുക ഭഗവാൻ എന്നും ദൈവസേനാനി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ദൈവങ്ങളുടെ സേനയെ നയിക്കുന്ന ശക്തി. അതുകൊണ്ട് തന്നെയാണ് ഭഗവാനെ ഓർക്കുന്നത് പലപ്പോഴും ജീവിതത്തിൽ ധൈര്യവും ആത്മവിശ്വാസവും ലഭിക്കാൻ കാരണമാകുന്നത്. നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനു പിന്നിൽ ഒരു വലിയ സൂചനയുണ്ടാകാം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില വലിയ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നത്? എന്നാൽ ഭഗവാൻ നിങ്ങളോട് പറയുന്ന സന്ദേശം ഇതാണ്: ഈ പരീക്ഷണങ്ങൾ നിങ്ങളെ ശക്തനാക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടുന്നവർ പലപ്പോഴും ആദ്യം വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയവരായിരിക്കും. മുരുക ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളിപ്പോൾ കടന്നുപോയ ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മാറ്റത്തിന്റെ കാലമാണ്. പഴയ ബുദ്ധിമുട്ടുകൾ പതുക്കെ അവസാനിക്കുകയും പുതിയ അവസരങ്ങൾ തുറക്കുകയും ചെയ്യുന്ന സമയം അടുത്തുവരാം. ചിലർക്ക് ഇത് ജോലി സംബന്ധമായിട്ടുള്ള മാറ്റമായിരിക്കാം. നീണ്ടകാലമായി ശ്രമിച്ചിട്ടും ലഭിക്കാത്ത ഒരു അവസരം പെട്ടെന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഇത് ജീവിതത്തിലെ വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന സമയമായിരിക്കും. ഭഗവാൻ പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്നതാണ്. നിങ്ങൾക്കുള്ളിൽ വളരെ വലിയ കഴിവുണ്ട്, പക്ഷെ ചിലപ്പോൾ നിങ്ങൾ തന്നെ അതിനെ വിശ്വസിക്കാതെ പോകുന്നു. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ പലപ്പോഴും വളരെ തുറന്ന മനസ്സുള്ള ആളുകളായിരിക്കും. അവർ മറ്റുള്ളവർക്കായി പലതും ചെയ്യാൻ തയ്യാറായിരിക്കും. പക്ഷെ ചിലപ്പോൾ അതേ ആളുകൾ തന്നെ നിങ്ങളെ മനസ്സിലാക്കാതെ പോയേക്കാം.
അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വേദനയുണ്ടായിരിക്കാം. പക്ഷെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഒരിക്കലും വെറുതെ ആകില്ല എന്നതാണ്. ദൈവം എല്ലാം കാണുന്നുണ്ട്. ശരിയായ സമയത്ത് അതിന് ഫലം ലഭിക്കും. ഇനി മറ്റൊരു സൂചന കൂടിയുണ്ട്. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്ന ചിലർക്ക് അടുത്ത ദിവസങ്ങളിൽ ഒരു വലിയ തീരുമാനം എടുക്കേണ്ടതായിട്ട് വരാം. അത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കാം, പഠനമായിരിക്കാം, ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റൊരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. ആ തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടാകാം. പക്ഷെ ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കുക എന്നതാണ്. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം പലപ്പോഴും ശരിയായ വഴിയിലേക്ക് നിങ്ങളെ നയിക്കും എന്നതാണ്. ഇനി മറ്റൊരു നല്ല സൂചന കൂടിയുണ്ട്. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്ന ചിലർക്ക് അടുത്ത കാലത്ത് ഒരു പുതിയ അവസരം വരാം. ചിലർക്ക് ഒരു പുതിയ ജോലി ലഭിക്കാം. ചിലർക്ക് ഒരു പുതിയ പദ്ധതിയിലേക്ക് കടക്കാനുള്ള അവസരം ലഭിക്കാം. ചിലർക്ക് ജീവിതത്തിൽ ഒരു വലിയ പുരോഗതി ഉണ്ടാകാം. ഇത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘട്ടമായിരിക്കും. മുരുക ഭഗവാൻ നിങ്ങളോട് പറയുന്ന മറ്റൊരു പ്രധാന സന്ദേശം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ കുറച്ചുപോലും ചെറുതായി കാണരുത്. നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു. ദൈവം നിങ്ങളെ പ്രത്യേകമായ ഒരു കഴിവോടെ സൃഷ്ടിച്ചിരിക്കുന്നു. ആ കഴിവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഇനി ഒരു ആത്മീയ ഉപദേശം കൂടിയുണ്ട്. മുരുക ഭഗവാനെ മനസ്സിൽ ഓർക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ധൈര്യവും ആത്മവിശ്വാസവും നൽകും. സാധ്യമായാൽ നിങ്ങൾക്ക് കഴിയുന്ന ദിവസങ്ങളിൽ ഓം ശരവണ ഭവ എന്ന മന്ത്രം ജപിക്കുക. അതിലൂടെ നിങ്ങളുടെ മനസ്സിന് ശക്തിയും സമാധാനവും ലഭിക്കും. ഇനി മറ്റൊരു സൂചന കൂടിയുണ്ട്. മുരുക ഭഗവാൻ നിങ്ങളോട് പറയുന്നത് കുറച്ച് ക്ഷമയും ധൈര്യവും പുലർത്തുക എന്നതാണ്. ചില കാര്യങ്ങൾ വൈകാം, പക്ഷെ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടാകും. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും എന്നതാണ്. മുരുക ഭഗവാൻ നിങ്ങളോട് പറയുന്ന അവസാന സന്ദേശം ഇങ്ങനെയാണ്: നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വരാനുള്ള സാധ്യത വളരെ ശക്തമാണ്. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോയാൽ ദൈവം നിങ്ങളുടെ കൂടെയുണ്ടാകും. അത് നിങ്ങൾ തിരിച്ചറിയുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മുരുക ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ ഓം ശരവണ ഭവ എന്ന് രേഖപ്പെടുത്തുക. ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നിങ്ങൾക്കും കുടുംബത്തിനും എപ്പോഴും ഉണ്ടാകട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മുരുക ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയണം. മഹാവിഷ്ണു ഭഗവാൻ എന്ന് പറയുന്നത് വളരെ കരുണയും അനുഗ്രഹവും നിറഞ്ഞ രൂപമാണ്. ഭക്തരുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എന്ന പേരിലാണ് ഭഗവാനെ പലരും വിശ്വസിക്കുന്നത്. നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനു പിന്നിൽ ഒരു പ്രത്യേക ആത്മീയ സൂചനയുണ്ടാകാം. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നിങ്ങൾ മനസ്സിൽ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാകാത്ത ഒരു ആശങ്ക നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ ഭഗവാൻ നിങ്ങളോട് പറയുന്ന ആദ്യ സന്ദേശം ഇതാണ്: നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ജീവിതത്തിലെ ചില സമയങ്ങളിൽ നമ്മൾ വളരെ ഒറ്റപ്പെട്ടതുപോലെ തോന്നും. നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നാം. പക്ഷെ ദൈവം എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്ന സത്യം പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. നിങ്ങളുടെ മനസ്സിലെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും ദൈവം അറിയുന്നുണ്ട്. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്ന ചിലർക്ക് അടുത്ത കാലത്ത് ഒരു വലിയ ആശ്വാസം ലഭിക്കുന്ന ഒരു സംഭവം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഇത് ഒരു നല്ല വാർത്തയായിരിക്കാം. ചിലർക്ക് ഏറെ നാളായിട്ട് കാത്തിരുന്ന ഒരു കാര്യത്തിന്റെ ഫലം ലഭിക്കാം. ഭഗവാൻ പറയുന്ന മറ്റൊരു സന്ദേശം ഇങ്ങനെയാണ്: നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. പക്ഷെ ചിലപ്പോൾ ആ മാറ്റങ്ങൾ വളരെ ശാന്തമായ രീതിയിൽ സംഭവിക്കും. ഒരേ സമയം വലിയ അത്ഭുതം പോലെ അല്ലാതെ പതുക്കെ നിങ്ങളുടെ ജീവിതം നല്ല ദിശയിലേക്ക് മാറാൻ തുടങ്ങും. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായി വളരെ ഹൃദയശുദ്ധിയുള്ള ആളുകളായിരിക്കും. അവർ മറ്റുള്ളവരുടെ വിഷമം കണ്ടാൽ സഹായിക്കാൻ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം, എന്തുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവർക്കായി ഇത്രയും ചെയ്യുമ്പോഴും എനിക്ക് പ്രശ്നങ്ങൾ വരുന്നത്? പക്ഷെ ഭഗവാൻ പറയുന്നത് ഇതാണ്: നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഒരിക്കലും വെറുതെ ആകില്ല. ദൈവം ശരിയായ സമയത്ത് അതിന്റെ ഫലം നൽകും. ഇനി മറ്റൊരു സൂചന എന്ന് പറയുന്നത്, ഈ ചിത്രം തിരഞ്ഞെടുക്കുന്ന ചിലർക്ക് അടുത്ത കാലത്ത് ഒരു യാത്ര അല്ലെങ്കിൽ ഒരു ആത്മീയ അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതൊരു ക്ഷേത്ര സന്ദർശനമായിരിക്കാം. ചിലപ്പോൾ അത് നിങ്ങളുടെ മനസ്സിന് വലിയ സമാധാനം നൽകുന്ന ഒരു അനുഭവമായിരിക്കാം. മഹാവിഷ്ണു ഭഗവാൻ നിങ്ങളോട് പറയുന്ന മറ്റൊരു പ്രധാന സന്ദേശം ഇതാണ്: നിങ്ങളുടെ മനസ്സിലുള്ള ഭയങ്ങൾ കുറയ്ക്കുക.
ചിലപ്പോൾ നമ്മൾ ഭാവിയെക്കുറിച്ച് അനാവശ്യമായിട്ട് അധികം ചിന്തിക്കും. എന്താകും, എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ ഒരുപാട് അലട്ടും. പക്ഷെ ദൈവം പറയുന്നത് വിശ്വാസമുണ്ടെങ്കിൽ വഴി തുറക്കപ്പെടും എന്നതാണ്. ഇനി മറ്റൊരു നല്ല സൂചന കൂടെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്ന ചിലർക്ക് അടുത്ത കാലത്ത് ഒരു സാമ്പത്തിക പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഒരു വലിയ ലാഭമാകണമെന്നില്ല, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ആശ്വാസം നൽകുന്ന ഒരു മാറ്റമായിരിക്കും. ഭഗവാൻ നിങ്ങളോട് പറയുന്ന മറ്റൊരു ആത്മീയ ഉപദേശമുണ്ട്. നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് ദൈവത്തെ ഓർക്കുക. സാധ്യമായാൽ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ സാധിക്കുന്ന ദിവസങ്ങളിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. അതിലൂടെ നിങ്ങളുടെ മനസ്സിൽ സമാധാനവും ആത്മവിശ്വാസവും വർദ്ധിക്കും. ഇനി ഒരു പ്രധാന സന്ദേശം കൂടിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വൈകിയിട്ടുണ്ടാകാം. നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ഉടനെ നടക്കാത്തതായിരിക്കാം. പക്ഷെ ഭഗവാൻ പറയുന്നത് ദൈവത്തിന്റെ സമയം മനുഷ്യന്റെ സമയത്തേക്കാൾ വ്യത്യസ്തമാണ് എന്നതാണ്. ദൈവം ശരിയായ സമയത്ത് ശരിയായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിക്കും. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ പോലും ഭാവിയിൽ നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്ക് വഴിയൊരുക്കുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ഭഗവാൻ നിങ്ങളോട് പറയുന്ന അവസാന സന്ദേശം ഇങ്ങനെയാണ്: നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ദിവസങ്ങൾ വരാനുള്ള സാധ്യത ശക്തമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരേയൊരു കാര്യം മാത്രമാണ്. ദൈവത്തിൽ വിശ്വാസം വെച്ച് മുന്നോട്ട് പോവുക. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകട്ടെ. നിങ്ങൾ ഭഗവാനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ചൊരിയും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.